ഒമാനിൽ വാഹനാപകടത്തിൽ മരിച്ച പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകർക്ക് നന്ദി അറിയിച്ച് നാട്ടിലെ പുരോഹിതർ. കൊല്ലം താമരക്കുളത്തെ ജോസഫ് വിക്ടറിന്റെ സംസ്കാര ചടങ്ങിലാണ് പുരോഹിതന്റെ പരാമർശം. 24 മണിക്കൂറിനുള്ളിൽ ഈ ബോഡി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മുസ്ലിം സഹോദരനാണ് ഇബ്രാഹിം. അദ്ദേഹത്തെ ഫാമിലിയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒമാനിലെ ഇബ്രിക്കടുത്ത് സഫയിൽ വെച്ചാണ് കൊല്ലം താമരകുളം സ്വദേശി ജോസഫ് വിക്ടറിന്റെ ജീവനൊടുത്ത അപകടമുണ്ടായത്. ജോസഫ് വിക്ടർ ഓടിച്ചിരുന്ന കാർ ഒട്ടകത്തെ ഇടിച്ചായിരുന്നു ദുരന്തം. ഗുരുതരമായി പരിക്കേറ്റ ജോസഫ് വിക്ടറിനെ ആദ്യം ഇബ്രി ആശുപത്രിയിലും പിന്നീട് ഗൊബ്രയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെ ഉണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ജോസഫ് വിക്ടറിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കൊല്ലത്തെ ഔർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ചിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പുരോഹിതൻ റവറൻ ഫാദർ ഡോക്ടർ ബെന്നി വർഗീസാണ് മൃതദേഹം വേഗം നാട്ടിലെത്തിക്കാൻ സഹായിച്ച സന്നദ്ധ പ്രവർത്തകരെ നന്ദി അറിയിച്ചത്. മെറി ആഗ്നസ് ആണ് ജോസഫ് വിക്ടറിന്റെ ഭാര്യ. 2 മക്കളുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.